മോഹൻലാലിന്റെ അമ്മയുടെ വിയോഗത്തിൽ വിങ്ങലടക്കാനാവാതെ അടുത്ത സുഹൃത്തും ഗായകനുമായ എം.ജി. ശ്രീകുമാർ. മോഹൻലാലിന് അമ്മ വെറുമൊരു വാക്കല്ലെന്നും അദ്ദേഹത്തിന്റെ ലോകം തന്നെയായിരുന്നുവെന്നും ശ്രീകുമാർ അനുസ്മരിച്ചു. ഇന്നലെ വിളിച്ചപ്പോഴും അമ്മയ്ക്ക് തീരെ സുഖമില്ല ശ്രീകുട്ട എന്ന് മോഹൻലാൽ സങ്കടത്തോടെ പറഞ്ഞിരുന്നതായും ഇന്ന് കാണാൻ ചെല്ലാനിരിക്കെയാണ് മരണവാർത്ത തേടിയെത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടിക്കാലത്തെ മധുരപലഹാരങ്ങളും ആ കൈപുണ്യവും. തന്റെ ഔദ്യോഗിക ജീവിതത്തിനപ്പുറം മോഹൻലാലുമായുള്ള ദശകങ്ങൾ നീണ്ട കുടുംബ ബന്ധത്തെക്കുറിച്ച് എം.ജി. ശ്രീകുമാർ വികാരാധീനനായി. എനിക്ക് കുട്ടിക്കാലം മുതലേ അറിയാവുന്നതാണ് അമ്മയെ. ഞങ്ങളൊക്കെ ഒരുമിച്ചാണ് കളിച്ചു വളർന്നത്. ആ കൈകൊണ്ട് തന്ന ആഹാരം എത്രയോ തവണ കഴിച്ചിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് കളി കഴിഞ്ഞ് വരുമ്പോൾ മധുര പലഹാരങ്ങളുമായി അമ്മ കാത്തു നിൽക്കാറുണ്ടായിരുന്നു. ലാലിനെ പോലെ തന്നെയാണ് അമ്മ ഞങ്ങളെയും കണ്ടത്. എൻ്റെ സ്വന്തം അമ്മയെപ്പോലെയായിരുന്നു എനിക്കും ശാന്തമ്മ. ശ്രീകുമാർ ഓർമ്മകൾ പങ്കുവച്ചു. അമ്മയുടെ അസുഖം കൂടിയതിനാലാണ് മോഹൻലാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കൊച്ചിയിൽ തന്നെ തുടർന്നത്. തിരക്കുകൾക്കിടയിലും അമ്മയുടെ തണലിലേക്ക് ഓടിയെത്തുന്ന മകനായിരുന്നു ലാലു എന്ന് ശ്രീകുമാർ സാക്ഷ്യപ്പെടുത്തുന്നു. ഏറ്റവും ഒടുവിൽ 2 മാസം മുമ്പാണ് അമ്മയെ കണ്ടതെന്നും ആ വേർപാട് തനിക്ക് വ്യക്തിപരമായി വലിയ നഷ്ടമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൊച്ചി എളമക്കരയിലെ വസതിയിൽ വച്ചായിരുന്നു ശാന്തകുമാരി അന്തരിച്ചത്. 90 വയസ്സായിരുന്നു. ദീർഘകാലമായി പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. പരേതനായ വിശ്വനാഥൻ നായരാണ് ഭർത്താവ്. പരേതനായ പ്യാരിലാലാണ് മറ്റൊരു മകൻ. അതേസമയം അമ്മയുടെ വേർപാടിൽ സിനിമാ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. സംസ്കാരം നാളെ നടക്കും. മലയാളത്തിന്റെ സ്നേഹം ഒന്നാകെ ഏറ്റുവാങ്ങുമ്പോഴും അമ്മയായിരുന്നു മോഹൻലാലിന് എല്ലാം. അമ്മ ശാന്തകുമാരി വിടവാങ്ങുമ്പോൾ മോഹൻലാലിന് നഷ്ടമാകുന്നത് തന്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും കരുത്തായി നിന്ന തണൽ കൂടിയാണ്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കൊച്ചി എളമക്കരയിലുള്ള വീട്ടിൽ വച്ചായിരുന്നു ശാന്തകുമാരിയുടെ അന്ത്യം. തന്റെ വിജയങ്ങൾക്കെല്ലാം പിന്നിൽ അമ്മയാണെന്ന് മോഹൻലാൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്കരികിൽ എന്നും അച്ചടക്കമുള്ള കുട്ടിയായിരുന്നു മോഹൻലാൽ. അമ്മയുടെ രോഗാവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ കണ്ണിൽ നനവ് പടരുന്ന ലാലിനെയും മലയാളികൾ ഓർക്കുന്നുണ്ടാകും. വീഴ്ചയിലും താഴ്ചയിലും തുണച്ച കൈകളായിരുന്നു. സിനിമയുടെ ഇടവേളകളിലെല്ലാം അമ്മയ്ക്കൊപ്പം ചെലവിടാൻ മോഹൻലാൽ ഓടിയെത്തും. ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചപ്പോൾ ലാൽ ആദ്യമെത്തിയതും ശാന്തകുമാരിയമ്മയ്ക്ക് അരികിലേക്കാണ്. അതിനുശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ അമ്മയെ കണ്ടതിനെക്കുറിച്ചൊക്കെ താരം പറഞ്ഞിരുന്നു. അമ്മയുടെ അനുഗ്രഹം കൊണ്ടുകൂടിയാണ് തനിക്ക് ഈ നേട്ടം ഉണ്ടായത് എന്നായിരുന്നു നടൻ പറഞ്ഞത്. അത് കാണാൻ അമ്മയ്ക്ക് ഭാഗ്യമുണ്ടായി. അമ്മയെ കാണാൻ എനിക്കും ഭാഗ്യമുണ്ടായി. എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതിരിക്കുകയാണ്. അമ്മ എന്നെ അനുഗ്രഹിച്ചു. സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അമ്മ പറയുന്നത് എനിക്ക് മനസ്സിലാകും. അമ്മയുടെ അനുഗ്രഹവും ഈ നേട്ടത്തിന് പിന്നിലുണ്ട്, മോഹൻലാൽ പറഞ്ഞു.